മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നടുവട്ട ഉപഷാപ്പിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെ മറ്റേ എത്തുമായിരിക്കും. മൊത്തം കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിവുമായിട്ട്? കൂട്ടുകാരൻ എന്തി? വാസു ഒരു പാവാണ്. അല്ലേലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നുമില്ല. പിന്നെ പേടിയും കാണും. എന്താ താൻ? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ? പേടിക്കണ്ടേ? അടിക്കരുത് അവനെ. വാസു, അപ്പൊ നീയും എന്റെ ഭാഗത്താണോ? എങ്കിൽ ഇറങ്ങിപ്പോകാൻ രണ്ടും. എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മളിനി എന്ത് ചെയ്യൂടാ വാസു? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മളിവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുകൊണ്ട് ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്നത് എന്തിനാണെന്ന് അറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യം അല്ല, കള്ളവാറ്റ്. നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ? പറയണം. ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്. പൊന്ന് സാറേ, ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാറ്റിപ്പോയതാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ. അറിയാം. മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റുകയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇത് ഞങ്ങൾ ചെയ്യില്ല. പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആവണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ. എല്ലാറ്റിനെയും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് എന്ത് ചെയ്യാവുമാരാകത്ത് എടോ കാളയിറച്ചി കൊടുക്ക്. മുതലാളി നിങ്ങളും തമ്മിൽ വിരോധാണെങ്കിലും എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ പുതിയ ആളുകൾ. അതുകൊണ്ടാ എത്തിക്കും. ഒരു മിനിറ്റ്.
ഇതുവരെ കിട്ടിയില്ല. ആയില്ലേ, ആള് കാത്തു നിൽക്കുന്നു. വാങ്ങി വെക്ക്. വറവ് ചേർത്തില്ല. മതിയടി, മാറ്. ഈ ചാപ്പിനെ കൊണ്ട് തോറ്റി നീ എങ്ങനെ മാറ്റി നിർത്തി? ചാത്തുണ്ണേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പൊന്ന് ഷാപ്പ് നടത്തിയ കാല. ആ, അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എന്നിട്ട് ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴിയുന്ന നിനക്ക് മതിയോ? ഇരിയാ അവിടെ. കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുനേട്ടാ, ചാത്തുണ്ണേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കുന്നു. ഉപദ്രവിച്ചോ? എന്താ ഇത്? ഈ വേഷം ഇനി എനിക്ക് ചേരില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് കൂടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു. വാസുട്ടാ, എന്താ നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, ഈ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേയില്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഏതാ വേണ്ടത്? എപ്പോഴും ഒന്നും മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബുണ്ട്. അയ്യോ അയ്യോ ചാക്കോ, ഞാൻ എന്നൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ? ആ കണക്ക് തീർന്നത് നിന്റെ അമ്മാവ് ശ്രീകണ്ഠനോട് പോയി പറ. മണിയണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളയാ, നീ ഓവറല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ.
തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം. ഗോവിന്ദേട്ടനകത്തേക്ക് ഇരുന്നോളൂ. വേണ്ട പോലെ ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദനെ പിടിച്ചുവിട്ടിരിക്കുക. എന്താ നിന്നെ പോലെ ആളും കയറി പിടിച്ചോ മുതലാളി ചേർന്നേ? അമ്മള് കേക്കണ്ട. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ. ശരി പറ. അങ്ങേരോട് ജോലി അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജോലി കൊടുക്കാം. ചാക്കോ, നിനക്കറിയില്ലേ ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ. പിന്നെ വിഷുവല്ലേ, ഒരുപാട് ചാരായം കൂട്ടുന്നു വരില്ലേ? ഗോവിന്ദേട്ടാ, ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ നിന്നോ. കഴിഞ്ഞ 14 വർഷം എന്റെ കയ്യിൽ നിന്ന് ആദ്യം വിഷുക്കഞ്ഞിട്ടം വാങ്ങിയിരുന്നത് വാസുവായിരുന്നു. അയ്യപ്പാ, എന്തോ മോള് നല്ലൊരു ദിവസമായിട്ട് പട്ടിണി കിടക്കണ്ട. വാസു വരില്ല.